ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ കലങ്കുട്ട് റെസിഡൻസിയിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിട്ട് വേറൊരു റിസോർട്ടിലേക്ക് പോവുകയാണ്. റിസോർട്ടിൻ്റെ പേര് എസ്ട്രേലോ ദൊമാർ എന്നാണ്. ഇതൊരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. കലങ്കുട്ട് റെസിഡൻസിയിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് എസ്ട്രേല ദൊമാറിലേക്ക്. ഒരു 6 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം. ഇന്നലെ ഞങ്ങൾ ഈ റിസോർട്ട് വന്ന് കണ്ടിരുന്നു. റൂം ബുക്ക് ചെയ്യാൻ ചെന്നപ്പോൾ റിസപ്ഷനിൽ അവർ പറഞ്ഞു ബുക്കിംഗ് അവർ റിസപ്ഷനിൽ എടുക്കില്ല, നിങ്ങൾക്ക് ബുക്കിംഗ് ആപ്സ് വഴി റിസർവേഷൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തലേദിവസം തന്നെ അവിടെ ബുക്ക് ചെയ്തു. പേയ്മെൻറ്റ് കൊടുത്തിരുന്നില്ല. ബുക്കിംഗ് കൺഫർമേഷൻ അവർ ഇമെയിൽ ചെയ്തിരുന്നു. ഇത് റിസോർട്ടിന് മുന്നിലുള്ള ടാക്സി സ്റ്റാൻഡാണ്. കലങ്കുട്ട് റെസിഡൻസിയിൽ നിന്നും എസ്ട്രേല ഡൊമാറിലേക്കുള്ള ടാക്സി ഫെയർ 250 രൂപയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിച്ചേർന്നു. ഇതാണ് എസ്ട്രെല ദൊമാർ. എസ്ട്രെല ദൊമാർ എന്നുള്ള വാക്ക് പോർച്ചുഗീസാണ്. ഇതിൻ്റെ അർത്ഥം സ്റ്റാർ ഫിഷ് എന്നാണ്. ഈ റിസോർട്ട് തുടങ്ങിയത് 1979-ലാണ്. ഈ റിസോർട്ട് തുടങ്ങിയത് ഒരു ജർമ്മനാണ്. തുടക്കത്തിൽ ഇവിടെ 15 റൂംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് കേണൽ മഞ്ജിത് സിംഗ് ആണ് എടുത്തത്. അതിനുശേഷമാണ് ഇത് കൂടുതൽ വിപുലമാക്കിയത്. ഇതാണ് റിസപ്ഷൻ ഏരിയ. കാണാൻ നല്ല ഭംഗിയാണ്. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് തന്നു. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം 2 മണിക്കാണ്. അതുപോലെ ചെക്ക് ഔട്ട് 11 മണിക്കും. പക്ഷേ റൂമൊന്നും റെഡി ആയിരുന്നില്ല. അപ്പം ലഗേജ് എല്ലാം ലഗേജ് റൂമിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. ഹൗസ് കീപ്പിംഗ് റൂംസ് ക്ലീൻ ചെയ്യുകയാണ്. അതുവരെ നിങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് സ്റ്റാൻഡേർഡ് റൂമായിരുന്നു. റിസോർട്ട് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് റൂം അപ്ഗ്രേഡ് ചെയ്ത് തരാം. അപ്ഗ്രേഡ് ചെയ്ത് തന്നത് സ്വിസ് കോട്ടേജ് ആണ്. പിന്നെ ചെക്ക് ഇൻ സമയത്ത് നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊടുക്കണം. അത് പാസ്പോർട്ട്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ID വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് കൊടുത്തിരിക്കണം. പിന്നെ ഇവിടെ പേയ്മെൻറ്റ് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ഈ പ്രോപ്പർട്ടി ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടെയൊക്കെ നല്ല ക്ലീനാണ്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സൈഡിൽ തന്നെ നമുക്ക് ബാറ് കാണാം. ഓഫ് സീസൺ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബാറിൽ. ബാറിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളും ജാക്കുസിയാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല ക്ലീനാണ്. നല്ല രീതിയിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പൂൾ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് റൂംസൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് കാണാം. എസ്ട്രേല ഡൊമാറിൽ പല ടൈപ്പിലുള്ള റൂംസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട്, ഡീലക്സ് റൂമുണ്ട്, ഗ്രാൻഡ് സ്വിസ് കോട്ടേജ് ഉണ്ട്, പിന്നെ ജൂനിയർ സ്വീറ്റ് ഉണ്ട്, ക്ലബ് റൂമുണ്ട്. ക്ലബ് റൂമാണ് ഇതിനകത്ത് ഏറ്റവും കൂടിയ റേഞ്ച്. ഇതാണ് ഗ്രാൻഡ് സ്വിസ് കോട്ടേജ് എന്ന് പറയുന്ന റൂംസ്. ഇത് വുഡൻ കോട്ടേജസ് ആണ്. പിന്നെ ഇവിടെ ലിഫ്റ്റില്ല. സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. അപ്പം പ്രായമുള്ളവരും അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും താഴെ തന്നെ റൂം എടുക്കുന്നതായിരിക്കും നല്ലത്. പൂൾ സൈഡിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ പോവുകയാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട്. ഇവിടെ പ്രോപ്പർട്ടിയൊക്കെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി റൂംസിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളൊരു 12:30 ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ ഇതാണ് കേണൽ മഞ്ജിത് സിംഗ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. മീൻകറി മേടിക്കുന്നുണ്ടോ? ഇല്ല, നോ മോർ മീൻകറി. ഞങ്ങൾ ലഞ്ചിന് വേണ്ടി ഓർഡർ ചെയ്തത് ടോസ്റ്റഡ് വെജ് സാൻഡ്വിച്ച്, ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈ, മിക്സ്ഡ് സീ ഫുഡ് പ്ലാറ്റർ, ഗോവൻ ഫിഷ് കറി, ജീര റൈസ്, പിന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആൻഡ് കോഫി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. മീഡിയം സ്പൈസി. എന്താണ് അഭിപ്രായം? കഴിക്കുന്നേ ഉള്ളൂ. ഫിഷ് കറിയുടെ റിവ്യൂ ഒന്ന് പറയൂ. ഇത് കൊള്ളാം. 2661. ഫുഡ് വാസ് ഡെലീഷ്യസ്. അതുപോലെ റേറ്റ്സ് ഒക്കെ റീസണബിൾ ആയിട്ട് തോന്നി. ഒരു 4 സ്റ്റാർ റിസോർട്ട് വെച്ച് നോക്കുമ്പോൾ റീസണബിൾ ആണ്.
പിന്നെ സ്റ്റാഫൊക്കെ നന്നായിരുന്നു, നല്ല പൊളൈറ്റാണ്. ഇനി നമുക്ക് കിട്ടിയ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്വിസ് കോട്ടേജ്. അങ്ങനെ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട റൂം ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിയത് 3:30-ക്കാണ്. ഇതാണ് റൂം. ലൈറ്റൊന്നുമില്ല കാര്യമായിട്ട്. റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റു കോട്ടേജസ് കാണാം. റൂമിലൊക്കെ ഡിം ലൈറ്റാണ്. ഇപ്പോൾ കർട്ടൻ നീക്കിയത് കൊണ്ടാണ് റൂമിൽ വെളിച്ചമുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഡിം ലൈറ്റാണ് റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ബ്രദറിന് അലോട്ട് ചെയ്തിരിക്കുന്ന റൂമാണ്. ബ്രദറും വൈഫും ഇവിടെയാണ്. എൻ്റെ റൂം റെഡി ആയിട്ടില്ല. റൂമിനോട് അറ്റാച്ച് തന്നെ ബാത്റൂമുണ്ട്. ബാത്റൂമിൽ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ചെറിയ ബാത്റൂമാണ്, പക്ഷെ ക്ലീനാണ്. വുഡൻ വാൾസാണ്. പിന്നെ റൂമിൽ മിനി ബാർ, എയർ കണ്ടീഷനിങ്, ഫ്ലാറ്റ് സ്ക്രീൻ TV, അതുപോലെ വൈഫൈ, അതുപോലെ TV ചാനൽസ് എല്ലാം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഓണാക്കി നോക്കിയിട്ടില്ല. ഇതാണ് എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം. 2 മണിക്ക് കിട്ടേണ്ട റൂം 4:30-ക്കാണ് കിട്ടിയത്. ഹൗസ് കീപ്പിംഗ് സർവീസ് വളരെ മോശം തന്നെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലായി. പിന്നെ വൈഫൈ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സിഗ്നൽ വളരെ പുവറാണ്. ഇതാണ് ഈ റൂമിൻ്റെ വാഷ്റൂം. ചെറിയ ബാത്റൂമാണ്. കർട്ടൻ നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം കാണാം. സൂപ്പർ ക്ലീൻ. പിന്നെ ബാത്റൂമിന് പ്രോപ്പർ വെൻറ്റിലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വാഷ്റൂമിൽ കർട്ടൻ നോക്കിക്കോ, ഇതിൽ മുഴുവൻ സ്റ്റെയിനാണ്. ഒന്നും തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. വളരെ പഴക്കം ചെന്നത്, അതുപോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇതിനുള്ളിൽ വുഡൻ വാൾസൊക്കെ കണ്ടോ, മുഴുവൻ നശിച്ചിരിക്കുകയാണ്. ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടി ആണെന്ന് ഓർക്കുക. മെയിൻ്റനൻസ് വളരെ മോശമാണ്. പിന്നെ കബോർഡ്, ലോക്കർ, പിന്നെ കെറ്റിൽ, വാട്ടർ ബോട്ടിൽ, താഴെ മിനി ബാറ്. റൂമിലെ ലൈറ്റ് കണ്ടോ, വളരെ കുറവാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാ ലൈറ്റും ഇട്ടിട്ടുണ്ട്, ഡിമ്മാണ് ലൈറ്റ്. റൂം വളരെ ചെറുതാണ്. ഫുള്ള് വുഡൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ, പക്ഷേ ലൈറ്റ് കുറവായതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർട്ടൻ നീക്കിയിടണം. ഇത് ബാൽക്കണി. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഓപ്പോസിറ്റിലും വേറെ കോട്ടേജസ് ആണ്, വുഡൻ കോട്ടേജസ്. പിന്നെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല, അതിൻ്റെ പോരായ്മയുണ്ട്. പിന്നെ വാഷ്റൂമിൻ്റെ അടുത്തുള്ള ഡോറ്, പിന്നെ കെട്ടിയിരിക്കുന്നിടത്ത് ഫ്രിഡ്ജിൻ്റെ ഇവിടെ എല്ലാം ഉറുമ്പാണ്. ഇത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഇത് ലൈനിൽ ഇങ്ങനെ ഉറുമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വുഡായതുകൊണ്ടാവാം. ഹൗസ് കീപ്പിംഗ് സെക്ഷൻ ഇതൊക്കെ ചെക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കോട്ടേജിൻ്റെ പുറത്ത് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷനും കാര്യങ്ങളും. അതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് എല്ലായിടത്തും. പിന്നെ മൺസൂണൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ കണ്ട് കോഫിയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അതൊരു നല്ല വൈബ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ. റെസ്റ്റോറൻറ്റിൽ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ ലൈവ് ഓർക്കസ്ട്ര നടക്കുന്നുണ്ട്. അത് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ബാറുണ്ട്. ബാറിൽ ഡ്രിങ്ക്സ് കഴിക്കേണ്ടവർക്ക് അവിടെ ഇരുന്ന് അത് കഴിക്കാം. ഈ ഓർക്കസ്ട്ര, ലൈവ് ഓർക്കസ്ട്ര കേൾക്കാം. വളരെ നല്ല ഒരു മൂഡാണ്. ബാറിനോട് തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂളാണ്. രാത്രിയിലത്തെ കാഴ്ചകൾ കണ്ടോ. സ്വിമ്മിംഗ് പൂളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുകയാണ്. ഡ്രിങ്ക്സൊക്കെ ഇവിടെ ഇരുന്നും കഴിക്കാം. നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല കളർഫുൾ ലൈറ്റ്സും ഒക്കെയുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇപ്പോഴാണ് സ്വിമ്മിംഗ് പൂള് കൂടുതൽ ആക്റ്റീവായത്. ഇത് റിസോർട്ടിന് മുന്നിലുള്ള ഷോപ്പാണ്. ഇവിടെ ബീച്ച് വെയർ, ചപ്പല്, എല്ലാ സാധനങ്ങളും കിട്ടും. ഇതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചിലെത്താം. ലൈറ്റും ഇതൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ രാത്രി വേണമെങ്കിലും പോവാം, സേഫാണ്. ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് 2 ദിവസത്തേക്കാണ്. ഓഫ് സീസണാണ്. ഓഫ് സീസൺ റേറ്റ് 5545 രൂപയാണ് ഒരു റൂമിന്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഇത് സ്റ്റാൻഡേർഡ് റൂമിൻ്റെ റേറ്റാണ്. പക്ഷേ പിന്നെ നമുക്ക് അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നു സ്വിസ് കോട്ടേജിലേക്ക്. ഞങ്ങളിവിടെ 2 ദിവസമാണ് ഡിന്നർ കഴിച്ചത്. ഞങ്ങൾ 2 ദിവസം പല പല ഐറ്റംസ് ട്രൈ ചെയ്തു. ചിക്കൻ ഹോട്ട് സോസ് സൂപ്പ്, ഗ്രീൻ സലാഡ്, ബീഫ് സ്റ്റേക്ക്, ചിക്കൻ സ്റ്റേക്ക്, ചിക്കൻ സലാഡ്, മട്ടൻ റോഗൻ ജോഷ്, ഫ്രൈഡ് വെജിറ്റബിൾ റോൾസ്, സ്റ്റഫ്ഡ് പൊറോട്ട. അത് പനീർ ഫില്ലിംഗ് ആയിരുന്നു. ദാറ്റ് വാസ് ടു ഹെവി.
പിന്നെ മിൻറ്റ് ലൈം ജ്യൂസ്, അങ്ങനെ പല ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു. ഫുഡൊക്കെ സൂപ്പർബാണ്, വളരെ നല്ല സ്റ്റാഫാണ്. അതുപോലെ തന്നെ ലൈവ് ഓർക്കസ്ട്രയൊക്കെ കേട്ട് ഫുഡ് കഴിക്കാനൊക്കെ നല്ല രസമാണ്. ഫസ്റ്റ് ഡേ ഡിന്നറിന് ഞങ്ങൾക്ക് 2400 ആയി, സെക്കൻഡ് ഡേ ഡിന്നറിന് ഞങ്ങൾക്ക് 3000 ആയി. ഫുഡൊക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഈ ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെ ഈ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഉള്ള ഒരു മൂഡ് തന്നെ വേറെയാണ്. നല്ല വൈബാണ്, സ്റ്റാഫൊക്കെ നല്ലതാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഫുഡിനൊന്നും നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. റേറ്റ്സൊക്കെ റീസണബിളാണ്. ഒരു 4 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടലിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ റീസണബിൾ റേറ്റാണ്. നല്ലൊരു ആംബിയൻസ് ആണ്, അത് പറയാതിരിക്കുക വയ്യ. റെസ്റ്റോറൻറ്റിലെ എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. അതായത് ലൈവ് ഓർക്കസ്ട്രയും ഈ ആംബിയൻസും കിടുവാണ്. കോപ്പിറൈറ്റ് ക്ലെയിം വരും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ സോങ്സ് ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ബീച്ച് കാണാം. ദാ അവിടെയാണ് ബീച്ച്. പിന്നെ റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റിന് പുറത്ത് നമുക്ക് കാറൊക്കെ ഹയർ ചെയ്യാം. അതുപോലെ റെൻ്റ് കാറ്, ബൈക്ക് ഇതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ റെൻ്റൊക്കെ എപ്പോഴും നമ്മൾ ബാർഗെയിൻ ചെയ്തെടുക്കുക. ഇത് റിസോർട്ടിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലെത്താം. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് വോക്കേ ഉള്ളൂ ബീച്ചിലേക്ക്. ഇത് കിഡ്സിനുള്ള പ്ലേ ഏരിയയാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് മോർണിംഗ് വാക്കിന് പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഈ റിസോർട്ടിനടുത്ത് കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. കലങ്കുടി ബീച്ച് നേരത്തെ പറഞ്ഞ പോലെ 2 മിനിറ്റ് വോക്കേ ഉള്ളൂ. അതുപോലെ ബാഗ ബീച്ച് 1 കിലോമീറ്റർ, അത് നമുക്ക് നടന്നു പോകാം. പിന്നുള്ളത് കാൻഡോലിം ബീച്ചാണ്, അതിവിടെ നിന്ന് 4 കിലോമീറ്ററാണ്. വഗേറ്റർ ബീച്ച് അതൊരു 9.5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ചപ്പോര ഫോർട്ട് ഒരു 9.5 കിലോമീറ്റർ. പിന്നെ അഗോഡ ഫോർട്ട് 10 കിലോമീറ്റർ ദൂരത്തിൽ. ഇമാക്യുലേറ്റ് കോൺസെപ്ഷൻ ചർച്ച് 15.5 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇത് വളരെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ കാണാം. അതുപോലെ നല്ല കാറ്റാണ്, ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇനി ഇവിടെ നമുക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ബീച്ചിലെങ്ങും ആരുമില്ല. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഇവിടെ വാട്ടർ സ്പോർട്സിനൊക്കെയുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പീക്ക് സീസണിൽ ഇവിടെ ഷാക്സ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. അതുപോലെ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. വാട്ടർ സ്പോർട്സൊക്കെ ഇവിടെ വളരെയധികമുണ്ട്. ഈ കാണുന്നത് ബാഗ ബീച്ചാണ്. ബാഗ ബീച്ച് ഇവിടുന്ന് നമുക്ക് നേരെ നടന്നു പോയാൽ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ബാഗ ബീച്ചും വാട്ടർ സ്പോർട്സിനൊക്കെ വളരെ ഫേമസ് ആണ്. മൺസൂൺ സമയമാണെങ്കിലും വെയിലിനൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ബീച്ചിൽ വരുന്ന സമയത്ത് എപ്പോഴും ക്യാപ്പും അതുപോലെ സൺഗ്ലാസും വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സൺസ്ക്രീൻ ലോഷനും കയ്യിൽ കരുതുക. ഞങ്ങൾ ബീച്ചിൽ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് നല്ല ഫോട്ടോസുകളൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെയിൽ കൂടിയപ്പോൾ തിരിച്ച് റിസോർട്ടിലേക്ക് മടങ്ങി. നിൽക്കുന്ന ചേച്ചി വള, മാല, കമ്മൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബീച്ചിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ബിസിനസ്സൊന്നുമില്ല. അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സിൻ്റെ ആളാണ് ഈ കാണുന്നത്. പിന്നെ റിസോർട്ടിൽ നിന്നും മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് 29 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലെ ഡാബോലിൻ എയർപോർട്ട് 42 കിലോമീറ്റർ. മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് നോർത്ത് ഗോവയിലും ഡാബോലിൻ എയർപോർട്ട് സൗത്ത് ഗോവയിലുമാണ്. പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ചൊരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ബ്രദർ അത്ര ഹാപ്പി അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ തന്നെ നൈറ്റിൽ മഴ പെയ്ത സമയത്ത് റൂഫിൽ നിന്നും, വുഡൻ റൂഫാണ്, അതിൻ്റെ മുകളിൽ നിന്നും വെള്ളം കറക്റ്റ് ബെഡിൻ്റെ നടുക്കായിരുന്നു വീണത്. അതുപോലെ തന്നെ അവരുടെ ബാത്റൂമിലും പൈപ്പിൻ്റെ ലീക്കേജ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായി. അതുപോലെ തന്നെ അടുത്ത കോട്ടേജസിൽ നിന്നും ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു മിഡ് നൈറ്റിൽ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഗോവയിൽ വരുന്നവരെല്ലാം പാർട്ടി ലവേഴ്സാണ്. ദാറ്റ്സ് ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് അവർ വന്നിട്ട് ഇതൊക്കെ ശരിയാക്കിയത്. ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ അവരിതൊന്നും ചെക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. ഹൗസ് കീപ്പിംഗ് വളരെ മോശമാണ്. കാരണം ഇതൊന്നുമില്ലെങ്കിൽ മൺസൂൺ സമയമല്ലേ, ആ സമയത്തെങ്കിലും അവർക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ TV ചാനൽസ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാ ചാനലും വർക്ക് ചെയ്തു. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. ചോലെ ഭട്ടൂര്, ടീ, കോഫിയൊക്കെ ആയിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ സ്റ്റാഫും വളരെ നല്ലതാണ്.
അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ലൈവ് ക്ലാസിക്കൽ ഫ്ലൂട്ട് അതുപോലെ സിമിലർ പെർഫോമൻസ് ഉണ്ടാവും. അത് നല്ലൊരു അനുഭവമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് രാവിലെ 1500 രൂപയാണ് ആയത്. ഈ റിസോർട്ടിൽ സ്റ്റാഫെല്ലാം നല്ലതാണ്. പക്ഷേ ഒരു മോശം അനുഭവം ഞങ്ങൾക്കുണ്ടായി. അത് ചെക്കൗട്ട് സ്റ്റാഫിൽ നിന്നുമാണ്. റൂം വെക്കേറ്റ് ചെയ്യേണ്ട ദിവസം റിസപ്ഷനിൽ നിന്നും കോൾ വന്നു, 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം, അതാണ് അവരുടെ ടൈം. പക്ഷേ ഞങ്ങൾക്കും കുറേ ആർഗ്യുമെൻറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം 2 മണി സമയം ചെക്ക് ഇൻ ചെയ്യേണ്ട ഞങ്ങൾക്ക് ആദ്യത്തെ റൂം കിട്ടിയത് 3:30 മണിക്കാണ്, അടുത്ത റൂം കിട്ടിയത് 4:30. അതായത് 1.5 2.5 മണിക്കൂർ കഴിഞ്ഞാണ് നമുക്ക് റൂം കിട്ടിയത്. പക്ഷേ ചെക്കൗട്ട് സ്റ്റാഫ് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. പിന്നീട് പറഞ്ഞു 1 മണിക്കൂർ കൂടി തരാം, 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യാം. വീണ്ടും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായി. കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 9 മണിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ലഗേജ് താഴെ ലഗേജ് റൂമിൽ വെക്കുക, എയർപോർട്ട് ടൈം ആകുമ്പോൾ കളക്ട് ചെയ്ത് പോകുന്നു. ഒരു റൂം ഞങ്ങൾ 12 മണിക്ക് വെക്കേറ്റ് ചെയ്തു. പിന്നെ ഒരു റൂമിൽ ഞങ്ങൾ ഇരുന്നു. അങ്ങനെ 1 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്നും ചെക്കൗട്ട് ചെയ്തത്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വേറെയും 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരും ഇതുപോലൊക്കെ റൂം ക്ലീൻ അല്ല എന്നും പറഞ്ഞ് ഹൗസ് കീപ്പിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേറെ റൂം മാറി തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഒരു റൂം മാറി, അവിടെയും റൂംസ് ക്ലീൻ അല്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറഞ്ഞ് അവർ റീഫണ്ട് ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ എവിടെ നിന്ന് റൂം ബുക്ക് ചെയ്തോ ആ ബുക്കിംഗ് ആപ്പിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ. പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള പോസിറ്റീവ്, എക്സലൻറ്റ് സ്റ്റാഫ് എക്സെപ്റ്റ് ചെക്കൗട്ട് സ്റ്റാഫ്. പിന്നെ ഫുഡൊക്കെ ഡിലീഷ്യസ് ആണ്, എക്സലൻറ്റ് പൂള്, റൂംസ്, ബാറ് ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ അടിപൊളി ലൊക്കേഷനാണ്, ഫ്രീ റൂം അപ്ഗ്രേഡ് തന്നു. നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരു ഓവറോൾ റിനോവേഷന് അതുപോലെ ക്ലീൻനെസ് ഇത് വളരെ അത്യാവശ്യമാണ് ഈ റിസോർട്ടിനെ സംബന്ധിച്ച്. അതുപോലെ വൈഫൈ വർക്ക് ചെയ്യില്ല, അതുപോലെ TV ചാനൽസ് കിട്ടാറില്ല. പിന്നെ ചെക്കൗട്ട് സ്റ്റാഫിൻ്റെ റൂഡ് ബിഹേവിയർ. ഈ റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ചലോ ബൈ.